മക്കളെ, ഇന്ന് നമുക്ക് ഗർ പേട് ഔർ താരെ കി യാദ് എന്ന ലോകകഥയിലെ ശബ്ദാർത്ഥം നോക്കാം. ഉത്തരീ ധ്രുവ് ഉത്തര ധ്രുവം, പഡോസ് അടുത്തുള്ള, സീമ അതിർത്തി, റൂസ് റഷ്യ, കരീബ് ഏകദേശം, നുക്സാൻ നഷ്ടം, ജലാന കത്തിക്കുക, അസാരോം ആയിരക്കണക്കിന്, മൗത്ത് മരണം, ബീമാരി രോഗം, മസ്ബൂർ ഹോന നിർബന്ധിതനാകുക, ദുഷ്മൻ ശത്രു, സേന സൈന്യം, ഭാഗ്ന ഓടിപ്പോകുക, വാപ്പസ് ആന തിരിച്ചു വരിക, ഫസൽ വിളവ്, കെ അലാവ കൂടാതെ, മെഹനത്ത് അധ്വാനം പരിശ്രമം, ഉഗ്ന കിളിർക്കുക, ഇന്തസാർ പ്രതീക്ഷ, ഉസി ദൗർ അക്കാലത്തെ, ബിജുഡ് ജാന വേർപ്പെടുക, യാദ് ഓർമ്മ, രാസ്ത വഴി, ബല നല്ലത്, ദേഖ്ഭാൽ കർണ സംരക്ഷിക്കുക, ബീത്ന കഴിഞ്ഞു പോകുക, ഭൂൽന മറക്കുക, ആംഗൻ മുറ്റം, സനോബർ പൈൻമരം, ശാഖ ചില്ല, ചമക്കീല തിളങ്ങുന്ന, ഖബർ വാർത്ത, ശാന്തി സമാധാനം, ലൗട്ന മടങ്ങി വരിക, അഭിഭാവക് രക്ഷിതാക്കൾ, ഗാർഡിയനാണ് അഭിഭാവക്, ജവാബ് മറുപടി, അഭാവ് ഇല്ലായ്മ, ഗുർദര പരുപരുത്ത, ഗരീബി ദാരിദ്ര്യം, ഭൂക്ക് വിശപ്പ്, ബിസ്തർ മെത്ത, മുസീബത്ത് പ്രയാസം, കെ ബാവജൂദ് എന്നിട്ടും, സിദ് വാശി, അസംഭവ് അസാധ്യം, നീന്ത് ഉറക്കം, രോഷിനി പ്രകാശം, തൈ കർണ തീരുമാനിക്കുക, ചുപ്കേസെ ആരുമറിയാതെ മിണ്ടാതെ, ആസമാൻ ആകാശം, ഇകട്ട കർണ ശേഖരിക്കുക, ചാന്ദ് ചന്ദ്രൻ, ലഗ്ന ടു ഫീൽ, പശ്ചിം പടിഞ്ഞാറ്, ഉമ്മീദ് വിചാരം, ജരൂർ തീർച്ചയായും, ഹിമ്മത്ത് ധൈര്യം, മദത് കർണ സഹായിക്കുക, ആകെ ബഡ്ന മുന്നേറുക മുന്നോട്ട് പോകുക, ടെഹനി ചില്ല മരച്ചില്ലയാണ് ടെഹനി, ബലൂത്ത് ഓക്ക് മരം, ചൗരാഹ നാൽക്കവല ജംഗ്ഷൻ, അച്ചാനക്ക് പെട്ടെന്ന്, ഭടക്ന അലഞ്ഞു തിരിയുക, ദക്ക് ജാന ക്ഷീണിക്കുക, ടണ്ട് തണുപ്പ്, പുരാന പഴയ, സമതൽ നിരപ്പായ സ്ഥലം, അതാണ് സമതൽ, പഹാഡ് പർവ്വതം, ഝീൽ തടാകം, നാവ് തോണി വള്ളം, ഉഡാൻ പറക്കൽ, ശ്യാം വൈകുന്നേരം, ഇമാരത്ത് കെട്ടിടം, രസോയി അടുക്കള, സബ്ജി പച്ചക്കറി, ചീൽ രഹ്ന തൊലി കളയുക, ഗർദൻ കഴുത്ത്, ബാഹ് കൈ, ലിപട്ടാന കെട്ടിപ്പിടിക്കുക, തലാഷ് അന്വേഷണം, നിശാനി അടയാളം, സഫർ യാത്ര, ജാരി രഗ്ന തുടരുക, ആംസു കണ്ണുനീർ, ബഹന ഒഴുകുക, ഘോഡ കുതിര, കുവ കിണർ, മാവേശി കന്നുകാലി, ബുഢ വൃദ്ധൻ, ഗുൽന തുറക്കുക, ഗലെ ലഗാന കെട്ടിപ്പിടിക്കുക, ഗാൽ കവിൾ, പഹ്ചാന തിരിച്ചറിയുക, ആംഗേൻ ചലക്ന കണ്ണുകൾ തുളുമ്പുക,
ബഡ്കൻ അലച്ചിൽ, ചൂമന ചുംബിക്കുക, മിഠാസ് മധുരമുള്ള, ഗത്മഹോന അവസാനിക്കുക. അത്രയാണ് നമ്മുടെ ഘർ പേട് താരേക്ക് യാദ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത്. എല്ലാവരും ഈ മീനിങ് നന്നായിട്ട് നോക്കി പഠിക്കണം, ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ എഴുതാൻ നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് വരാം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.